തൊടുപുഴ തൊമ്മൻകുത്തിൽ കുരിശു പൊളിച്ചത് വനഭൂമിയിൽ നിന്നാണെന്ന വനംവകുപ്പിന്റെ വാദം തെറ്റെന്ന് കോൺഗ്രസ്. മേഖലയിൽ സംയുക്ത പരിശോധന നടത്തിയിട്ടില്ലെന്ന വിവരാവകാശ രേഖകളും കോൺഗ്രസ് പുറത്തുവിട്ടു. ജില്ലയിൽ വനഭൂമി വർദ്ധിപ്പിക്കാനുള്ള നീക്കമാണ് സർക്കാർ നടത്തുന്നതെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. തൊടുപുഴ തൊമ്മൻകുത്ത് സെയിന്റ് തോമസ് ഇടവക വിശ്വാസികൾ നാരങ്ങാനത്ത് സ്ഥാപിച്ച കുരിശ് സംരക്ഷിത വനമേഖലയിലാണെന്ന് ആരോപിച്ചാണ് വനംവകുപ്പ് കുരിശ് പൊളിച്ചുമാറ്റിയത്. 2016 ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കാൻ മുഖ്യമന്ത്രി വിളിച്ച ഉന്നതതല യോഗത്തിൽ നാരങ്ങാനത്ത് സംയുക്ത പരിശോധന നടന്നിട്ടില്ലെന്ന് ജില്ലാ കളക്ടർ റിപ്പോർട്ട് നൽകിയിരുന്നു. ഈ മാസം മുതൽ മേഖലയിൽ റവന്യൂ വനം വകുപ്പുകളുടെ സംയുക്ത പരിശോധന നടക്കാനിരിക്കെയാണ് കുരിശു പൊളിച്ച് വനം വകുപ്പ് ഭൂമിയിൽ അവകാശവാദം ഉന്നയിച്ചത്. വനം വകുപ്പ് തിടുക്കത്തിൽ അവകാശവാദം സ്ഥാപിക്കുവാൻ ശ്രമിക്കുന്ന നടപടി ദുരൂഹമെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. ഈ 2020 ജോയിന്റ് വെരിഫിക്കേഷൻ ലിസ്റ്റ് ഉൾപ്പെടാത്തതും എന്നാൽ ആളുകളുടെ കൈവശമുള്ള ഭൂമിക്ക് പട്ടയം കൊടുക്കാൻ വേണ്ടി റവന്യൂ വകുപ്പ് ഒരു ഉത്തരവാക്കിയിട്ടുണ്ട്. 2020 നമ്പറായിട്ട് ഉത്തരവാക്കിയിട്ടുണ്ട്. ആ ഉത്തരവിനകത്ത് വളരെ വ്യക്തമായി പറയുന്നു, വനംവകുപ്പിന് ആവശ്യമുള്ള സ്ഥലം ജണ്ട തിരിച്ചിട്ടുണ്ട് എന്നും ജണ്ടയ്ക്ക് പോകത്തുള്ള സ്ഥലത്തിന് പട്ടയം കൊടുക്കുന്ന കാര്യത്തിൽ വനംവകുപ്പിന് തർക്കമില്ല എന്നും ആ റവന്യൂ വകുപ്പിന് ഉത്തരവ് വ്യക്തമായി പറയുക. അപ്പോൾ ഇവിടെ കുരിശ് സ്ഥാപിച്ച സ്ഥലം എന്ന് പറഞ്ഞാൽ ജണ്ടയ്ക്ക് പോകത്തുള്ള സ്ഥലമാണ്. ഇപ്പോൾ 2020 റവന്യൂ വകുപ്പിന്റെ ഉത്തരപ്രകാരം ആ സ്ഥലം വനംവകുപ്പിന് അവകാശപ്പെട്ടതല്ല. കുരിശു പൊളിച്ച നടപടി സാധൂകരിച്ച് റവന്യൂ വകുപ്പും വനഭൂമി എന്ന റിപ്പോർട്ട് നൽകിയിരുന്നു. റിപ്പോർട്ട് നൽകിയ വില്ലേജ് ഓഫീസർക്കെതിരെ നിയമ നടപടി ഉണ്ടാകണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെടുന്നു. കാളിയാർ റേഞ്ചിൽ വരുന്ന റിസർവ് മേഖലയിലാണ് കുരിശ് സ്ഥാപിച്ചതെന്ന് ചൂണ്ടിക്കാട്ടിയാണ് വനം വകുപ്പ് കുരിശ് നീക്കം ചെയ്തത്. 1902 സർക്കാർ വിജ്ഞാപന പ്രകാരമുള്ള തൊടുപുഴ റിസർവിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള വനം വകുപ്പ് നീക്കത്തെ നിയമപരമായി നേരിടാനുള്ള ഒരുക്കത്തിലാണ് തൊമ്മൻകുത്തിലെ വിശ്വാസികൾ. ഇതിന് നിയമപരമായ പരിരക്ഷ നൽകുമെന്ന് കോൺഗ്രസും വാദിക്കുന്നു. ന്യൂസ് 18 തൊടുപുഴ.